രാജ്യത്തിൻ്റെ കാർഷിക നട്ടെല്ലിനെയും സാമ്പത്തിക പരമാധികാരത്തെയും വിദേശ താൽപ്പര്യങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നതാണോ പുതിയ ഇന്ത്യ-US വ്യാപാര കരാർ? പുതിയ കരാർ പ്രകാരം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ വിപണിയിൽ കൂടുതൽ ഇളവുകൾ നൽകുന്നത് നമ്മുടെ കർഷകരുടെ വരുമാനത്തെ ബാധിക്കും. ഊർജ്ജ ഇറക്കുമതിക്കായി അമേരിക്കയെ കൂടുതൽ ആശ്രയിക്കേണ്ടി വരുന്നത് രാജ്യത്തിൻ്റെ തന്ത്രപരമായ സുരക്ഷയ്ക്ക് ഭീഷണിയാകും. കുറഞ്ഞ വിലയ്ക്ക് ലഭിച്ചിരുന്ന റഷ്യൻ എണ്ണയെ ഉപേക്ഷിച്ച് കൂടുതൽ വില നൽകി അമേരിക്കൻ ഊർജ്ജം വാങ്ങാൻ നിർബന്ധിതമാകുന്നത് രാജ്യത്തിൻ്റെ ഊർജ്ജ സ്വയം പര്യാപ്തതയ്ക്കും കനത്ത തിരിച്ചടിയാണ്. കൂടാതെ അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ വിപണി തുറന്നു കൊടുക്കുന്നത് വഴി തദ്ദേശീയ കർഷകർക്ക് അർഹമായ വില ലഭിക്കാത്ത സാഹചര്യമുണ്ടാകും. പുതിയ കരാർ പ്രകാരം അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പരുത്തി, സോയാബീൻ ഓയിൽ, ചോളം, റെഡ് സോർഗം തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ നികുതി കേന്ദ്ര സർക്കാർ കുറച്ചു. അമേരിക്കയിൽ ഈ വിളകൾക്ക് വലിയ തോതിൽ സർക്കാർ സബ്സിഡി നൽകുന്നുണ്ട്. അതിനാൽ തന്നെ അവ വളരെ കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യൻ വിപണിയിലെത്തും. അതോടെ അമേരിക്കൻ പരുത്തി തീരുവയില്ലാതെ ഇന്ത്യയിലേക്ക് ഒഴുകും. ഇത് നമ്മുടെ കർഷകർക്ക് ലഭിക്കേണ്ട ന്യായമായ വില ഇല്ലാതാക്കും. ഇത് മഹാരാഷ്ട്രയിലെയും തെലങ്കാനയിലെയും പരുത്തി കർഷകരെ വീണ്ടും വലിയ കടക്കണിയിലേക്കും ആത്മഹത്യയിലേക്കും തള്ളിവിടും. അതുപോലെ അമേരിക്കയിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ ആപ്പിൾ, മറ്റ് പഴങ്ങൾ, അണ്ടിപ്പരിപ്പുകൾ എന്നിവയുടെ ഇറക്കുമതി പ്രാദേശിക കർഷകർക്ക് വെല്ലുവിളിയാകുന്നു. കൂടാതെ അമേരിക്കയിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന ജനിതക മാറ്റം വരുത്തിയ വിത്തുകളും ഉൽപ്പന്നങ്ങളും ഇന്ത്യൻ വിപണിയിലേക്ക് എത്തുന്നത് നമ്മുടെ പരമ്പരാഗത കൃഷി രീതികളെയും പരിസ്ഥിതിയെയും ദോഷകരമായി ബാധിച്ചേക്കാം. അതുപോലെ രാജ്യത്തിൻ്റെ ഊർജ്ജ നയങ്ങളിൽ അമേരിക്കൻ താൽപ്പര്യങ്ങൾക്ക് കീഴ്പ്പെടുന്നതും വലിയ തിരിച്ചടിയാണ്. മുൻപ് കുറഞ്ഞ വിലയ്ക്ക് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യക്ക് വലിയ ലാഭമായിരുന്നു. എന്നാൽ അമേരിക്കയുമായുള്ള കരാറിൻ്റെ ഭാഗമായി റഷ്യൻ എണ്ണ കുറയ്ക്കാനും പകരം അമേരിക്കയിൽ നിന്ന് വില കൂടിയ എണ്ണയും ഗ്യാസും വാങ്ങാനും ഇന്ത്യ നിർബന്ധിതരാകുന്നു. ഇത് പെട്രോൾ, ഡീസൽ വില വർധനവിന് കാരണമായിരിക്കും. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഏകദേശം $500 ബില്യൺ സാധനങ്ങൾ അമേരിക്കയിൽ നിന്ന് വാങ്ങണം എന്നതാണ് പുതിയ കരാറിലെ വ്യവസ്ഥ. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയെയും വിദേശ നാണ്യശേഖരത്തെയും പ്രതികൂലമായി ബാധിക്കും. ഈ കരാറിലൂടെ വാൾമാർട്ട്, ആമസോൺ പോലുള്ള അമേരിക്കൻ വമ്പന്മാർക്ക് ഇന്ത്യൻ കാർഷിക വിപണിയിൽ കൂടുതൽ നിയന്ത്രണം ലഭിക്കും. ഇതിലൂടെ ചെറുകിട കർഷകരുടെ വിലപേശൽ ശേഷി ഇല്ലാതാക്കി കാർഷിക മേഖലയെ കോർപ്പറേറ്റ് വൽക്കരിക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്. ചുരുക്കത്തിൽ പുതിയ കരാറിലൂടെ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുമ്പോഴും ഇന്ത്യയുടെ നട്ടെല്ലായ കർഷകരെയും ഊർജ്ജ സ്വാതന്ത്ര്യത്തെയും വിദേശ താൽപ്പര്യങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നതാണോ ഈ കരാർ എന്ന ചോദ്യമാണ് പ്രസക്തമാകുന്നത്. Like, share, subscribe.